അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ചിന്തകളെയും കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇസ്ലാമിക ലോകത്ത് എല്ലാ വിഭാഗങ്ങളിലും ഏകദേശം ഒരുപോലെ അംഗീകരിക്കാൻ തന്നെ സാധ്യമാവുന്ന തരത്തിൽ വൈജ്ഞാനിക ലോകം സൃഷ്ടിച്ച മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. 12-ാം നൂറ്റാണ്ടുകളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ അബ്ബാസിയ ഖിലാഫത്ത് തകരുകയും പിന്നീട് മംഗോളുകളുടെ ആധിപത്യം വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. മംലൂക്ക് രാജകുടുംബം സിറിയ അടക്കമുള്ള ഷാം പ്രവിശ്യയും നോർത്ത് ആഫ്രിക്കയിലെ ഈജിപ്റ്റ് അടക്കമുള്ള മറ്റു ചില പ്രദേശങ്ങളും കീഴടക്കി ഭരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ജീവിതത്തിൽ അദ്ദേഹം മരണപ്പെടുന്ന ആ കാലഘട്ടം വരെയും വിവിധ ഘട്ടങ്ങളിലായി പലവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ തന്നെ ജയിലടയ്ക്കപ്പെടുന്ന ഒരു പശ്ചാത്തലവും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമായും ഈ ഒരു രാഷ്ട്രീയ സാമൂഹിക മതകീയ പശ്ചാത്തലത്തിൽ നിന്നും കൂടി രൂപപ്പെട്ടതാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഏതൊരു പണ്ഡിതനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും പ്രധാനമായും നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട വിഷയം അവർ ആ കാലഘട്ടത്തിൻ്റെ സന്തതിയാണ് എന്നുള്ളതാണ്. അത് ഏത് പണ്ഡിതനാണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങളിലും അവരുടെ നിലപാടുകളിലും അവരുടെ മതവിധികളിലും അവരുടെ രചനകളിലുമെല്ലാം ആ കാലഘട്ടവും അവരുടെ പശ്ചാത്തലവും നന്നായി സ്വാധീനം ചെലുത്തുന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ സഹാബിമാരും മുതൽ തുടങ്ങി നമ്മളുടെ പ്രധാന വിഷയമായ സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങി അവരിൽ നിന്നിങ്ങോട്ട് ഏത് ഘട്ടം എടുത്തു നോക്കിയാലും അവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ അവരുടെ തീരുമാനങ്ങളിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ ഒരു രീതി, ആ ഒരു കാഴ്ചപ്പാട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ജീവിതത്തെയും കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ വിശകലനം ചെയ്യുമ്പോഴും നമ്മൾ മുന്നിൽ വെക്കേണ്ടതുണ്ട്, അത് പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് ഞാൻ ഈ ഒരു ആമുഖം പറഞ്ഞതിൻ്റെ പ്രധാന ലക്ഷ്യം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് നോക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മംലൂക്ക് കാലഘട്ടമാണ്. 13-ാം നൂറ്റാണ്ടിൽ അബ്ബാസി ഖിലാഫത്ത് തകരുകയും ഈജിപ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് മംലൂക്ക് ഭരണം ശക്തമാവുകയും ചെയ്തൊരു കാലഘട്ടം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഒരു മിലിറ്ററിയുടെ അധികാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളിലേക്കും അവരുടെ ഒരു ആധിപത്യമോ അവരുടെ ഒരു ഭരണമോ ചെന്നെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ നീതി നൽകുവാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം അവർക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. നമ്മൾ അതിനെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. കാരണം വളരെ ഭരണതലത്തിൽ ഭരിക്കുന്നു എന്നതല്ലാതെ വളരെ ന്യൂനപക്ഷമായ ഒരു മിലിറ്ററി വിഭാഗമാണ് ഈ നോർത്ത് ആഫ്രിക്കയിലെ ഈ പ്രദേശങ്ങളും ഷാം പ്രവിശ്യയും ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ഒരു സുശക്തമായ ഈ പ്രദേശത്തെ മുഴുവനും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അതിൻ്റെ ഭവിഷ്യത്തും പൊളിറ്റിക്കലി തന്നെ നേരിടേണ്ടി വന്ന ചരിത്രവും കൂടിയിട്ടുണ്ട്. കാരണം മംലൂക്കുകളെ എതിർക്കുന്ന മറ്റ് ചില സ്വതന്ത്രമായ ചില അധികാര ശക്തികളും ആ ഭാഗത്തുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പലവിധ രാഷ്ട്രീയ വടംവലികളുടെയും ഇടയിൽ ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയ്ക്ക് പോലും ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പലവട്ടം പല പ്രാവശ്യവും അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ ഈ നിലവിലുള്ള രാഷ്ട്രീയ ഭരണാധികാരികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും കൂടി അദ്ദേഹത്തിൻ്റെ ചായ്വുകളും കൂടി ഒരു കാരണമായിരുന്നു എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും.
രണ്ടാമത്തെ പ്രധാന വിഷയം അവിടുത്തെ രാഷ്ട്രീയ ഒരു അരക്ഷിതാവസ്ഥയും യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലവുമാണ്. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നു, യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള അധിനിവേശങ്ങൾ ഇന്റേണലായും എക്സ്റ്റേണലായും തന്നെ പലവിധ അധിനിവേശങ്ങൾ ഉണ്ടാവുന്നു. ഈ അധിനിവേശങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും പലതരത്തിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ ഒരു ദൗർബല്യം രൂപപ്പെടുത്തുവാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഒരു പൊളിറ്റിക്കൽ സംവിധാനം, ഇസ്ലാമിന്റെ ഒരു ഭരണ വ്യവസ്ഥ, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. പ്രധാനമായും മറ്റൊരു മൂന്നാമത്തെ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന മതകീയ ഭൗതികപരമായ ഒരു പശ്ചാത്തലവും കൂടിയിട്ടായിരുന്നു. നിരവധി തിയോളജിക്കൽ ഗ്രൂപ്പുകൾ, അഖീദയുടെ അടിസ്ഥാനത്തിലുള്ള വിവിധ ഗ്രൂപ്പുകൾ സജീവമാവുന്ന ഒരു പശ്ചാത്തലം, അതുപോലെ തന്നെ ഇജ്തിഹാദിനെ കുറിച്ചിട്ടുള്ള അതിനോടുള്ള ഒരു പ്രതിലോമകരമായ നിലപാട്, മദ്ഹബുകൾ ശക്തമായി തഖ്ലീദ് അന്ധമായി തന്നെ അനുകരിക്കുന്ന ഒരു പശ്ചാത്തലം, അതിൻ്റെ കൂടെ തന്നെ ഖുർആനിനോടും സുന്നത്തിനോടുമുള്ള അതിനോടുള്ള ഒരു ബന്ധങ്ങളിലുള്ള ഒരു കുറവ്, ഈ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ സജീവമായിരുന്നു എന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം. അതിൻ്റെ കൂടെ തന്നെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ, അന്നത്തെ സമൂഹം മംഗോൾ അധിനിവേശത്തിന്റെ ഇരയായിരുന്നു. നമുക്കറിയാമല്ലോ, ബാഗ്ദാദ് തകരുകയും അത് മാത്രമല്ല കുറച്ച് അധികാരം ബാക്കിയുണ്ടായിരുന്ന സിറിയ, ഈജിപ്റ്റ് അല്ലെങ്കിൽ ഷാം, ഈജിപ്തിലെ അടക്കമുള്ള ചില നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ, ഇതെല്ലാം കൂടി അന്ന് കുറച്ച് മുസ്ലിങ്ങളുടെ അധികാര കയ്യിലുണ്ടായിരുന്നു. എന്നാൽ പോലും ആ ഭാഗങ്ങളിലേക്ക് തന്നെ ഇടതടവില്ലാതെ ഇടക്കിടക്ക് മംഗോളുകളുടെ അറ്റാക്കുകൾ ഉണ്ടാവുന്നതും അത് ഇദ്ദേഹത്തിന്റെ തന്നെ കാഴ്ചപ്പാടുകളിൽ ഒരു മിലിറ്ററി വലിയൊരു അനിവാര്യ ഘടകമായി മാറുന്നതും ജിഹാദ് എന്നുള്ള പദപ്രയോഗത്തെ കൂടുതൽ ഒരു സായുധ സമരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ വിശദീകരിക്കുന്നതും നമുക്ക് കാണാം. കാരണം ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രതിരോധം അനിവാര്യമായി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മത രാഷ്ട്രീയ മേഖലയിലുള്ള നവോത്ഥാനം വളരെ അനിവാര്യമായി ചെയ്യുന്ന ഒരു ഘട്ടവും കൂടി ഈ ഒരു സാഹചര്യം രൂപപ്പെടുത്തുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് രാഷ്ട്രീയ, മതകീയ, സാമൂഹിക പ്രശ്നങ്ങളൊക്കെയും ഒരു ദുർബലമാവുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ആ ഒരു സമൂഹത്തിൽ ധാരാളം അഴിമതികളും പ്രശ്നങ്ങളും പടർന്നിരുന്നു. കാരണം ഇസ്ലാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നീതിയോ അതുപോലെ തന്നെ ഒരു സുതാര്യമായ ഭരണ സംവിധാനമോ അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സമൂഹമോ അന്നുണ്ടായിരുന്നില്ല. വിവിധ തരത്തിലുള്ള ആഭ്യന്തരമായും അതുപോലെ തന്നെ വൈദേശികമായിട്ടുള്ള പലതരത്തിലുള്ള വെല്ലുവിളികളും ഈ ഭീഷണികളും ഈ മുസ്ലിം സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കിയതോടുകൂടി ആ ഒരു പശ്ചാത്തലത്തിൽ ആ ജനസമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് അഥവാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലേക്ക് മടങ്ങണമെന്നും ഒരു നീതിജനകമായ ഭരണ സംവിധാനം രൂപപ്പെടുത്തിയും അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിനെ അവർ നേരിടുന്ന പലവിധ വെല്ലുവിളികളെയും ഭീഷണികളെയും ചെറുക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുകയും പഴമയിലേക്ക്, ഇസ്ലാമിന്റെ തനിമയിലേക്ക് മുസ്ലിം ജനസമൂഹത്തെ മടക്കിക്കൊണ്ടു പോകണമെന്ന് പറയുന്ന ഒരു റിവൈവലിനെ കുറിച്ചുള്ള ചിന്തയും ഇബ്നു തൈമിയ്ക്ക്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്ക്ക് ആ ഒരു പശ്ചാത്തലം നൽകുന്നതായി നമുക്ക് ആ ചരിത്രം നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഈ തരത്തിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മതകീയമായ വിഷയങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയും ആഭ്യന്തര വൈദേശികപരമായിട്ടുള്ള പലവിധത്തിലുള്ള വെല്ലുവിളികളെയും ഭീഷണികളെയും ഇടയിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ജീവിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള അഖീദ ഗ്രൂപ്പുകളുടെ ഭാഗമായി കൊണ്ട് തന്നെ സൂഫി ത്വരീഖത്തുകൾ സജീവമാവുകയും ശരീഅത്തിനോടും ഖുർആനിനോടുമുള്ള ഒരു വിമുഖത പ്രകടമാവുകയും ചെയ്ത ഒരു പശ്ചാത്തലവുമുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണത്താൽ മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ട ഒരുപാട് ബിദ്അത്ത് ഖുറാഫാത്തുകളെ പോലുള്ള പ്രശ്നങ്ങളും അദ്ദേഹം നേരിടുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ട പലവിധ വിഭാഗങ്ങൾ, സെക്റ്റുകളും, അതായത് ഷിയഈ വിഭാഗം സജീവമായി മാറുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയ ഒരു ഗ്രൂപ്പായി മാറിയില്ലെങ്കിൽ പോലും അലവി ഗ്രൂപ്പുകളുടെ പേരിൽ ബാക്കിയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് മുസ്ലിം സമൂഹം പൊതുവായി കരുതുന്ന നേതൃത്വത്തെ അവമതിക്കുന്ന ചില നിലപാടുകളും ഈ വിഭാഗം സ്വീകരിച്ചതും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ രചനകളിൽ
ഇവരൊക്കെയും പ്രധാന വിഷയീഭവിച്ചതും നമുക്ക് കാണാം. ഇതുകൊണ്ട് തന്നെ ഏകദേശം 200-ലധികം തന്നെ ധാരാളം 200-ഓ അതിലധികം രചനകളും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ രചിച്ചതായും നമുക്ക് കാണാം. ഇത്രത്തോളം വളരെ സജീവമായ ഏകദേശം 67 വയസ്സുകാലം മാത്രം ജീവിച്ച, എന്നാൽ അതിനേക്കാളും അപ്പുറം രചനകൾ നിർവഹിച്ച, അന്നത്തെ ഇസ്ലാമിക ലോകത്തെ ആ പ്രശ്നത്തെ നേരിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കർക്കശമായ സമീപനം തന്നെ സ്വീകരിച്ച പണ്ഡിതനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ജനതയുടെയും ആ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളെയും നേരിടുമ്പോൾ വളരെ തീഷ്ണമായ ഭാഷ തന്നെ അദ്ദേഹത്തെ എതിരാളികളെ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായും നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഭാഷയെയും ഇദ്ദേഹത്തിന്റെ ഈ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം സമർപ്പിക്കുമ്പോൾ ആ അഭിപ്രായത്തെ നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു കാലഘട്ടത്തെയും കൂടി പരിഗണിച്ചുകൊണ്ടാവണം. അല്ലെങ്കിൽ സംഭവിക്കുക ആ തീഷ്ണത, അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ, എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയത് എന്നതിന്റെ ഒരു പശ്ചാത്തലം മറന്നു പോവുകയും അതേ തീവ്രതയിൽ അദ്ദേഹത്തിന് ആ തീവ്രതയും ആ തീഷ്ണതയും ഒരുപക്ഷെ അക്കാലത്ത് അനിവാര്യമായിരുന്നിരിക്കാം. എന്നാൽ അതേ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഇന്നത്തേക്ക് നടപ്പിലാക്കുമ്പോൾ അത് ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയായും മാറാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പ്രധാന ഒരു നിലപാടുകൾ തന്നെ സലഫു സാലിഹീങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു മടക്കമാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലും അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഇത് തന്നെയായിരുന്നു. ഖുർആന്റെയും സുന്നത്തിന്റെയും പ്രാമാണികത, അതിന്റെ അപ്രമാദിത്വം അംഗീകരിക്കുക, അതിൽ യാതൊരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യവും ഇല്ലാതിരിക്കുക, ഒരിക്കലും ഭൗതികതയ്ക്ക് ഇസ്ലാമിന്റെ ടെക്സ്റ്റിന് മുകളിൽ പ്രാധാന്യം ഉണ്ടാവാതിരിക്കുക എന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചിരുന്നതായി നമുക്ക് കാണാം. ഈ ഒരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തരത്തിലുള്ള തഖ്ലീദിനെയും അംഗീകരിച്ചിരുന്നില്ല. അത് പണ്ഡിതന്മാരായിരുന്നാലും ശരി, അവരുടെ കാഴ്ചപ്പാടുകൾ അത് അവർ മുന്നിൽ വെക്കുമ്പോൾ അത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതായി നമുക്ക് കാണാം. ഇത് മുനാവറാത്ത് ഇബ്നു തൈമിയ്യ മാ ഫുഖഹ അസ്രി എന്ന് പറയുന്ന കിതാബിൽ ഡോക്ടർ അസയ്യിദ് അൽ ജുമൈലി ഈ ഒരു വിഷയം വിശദമായി തന്നെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഒരു പണ്ഡിതനെയും അങ്ങനെ അംഗീകരിക്കേണ്ട എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും കൂടി അതിൽ ഉൾപ്പെടുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ കൂടെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പ്രധാനമായും ഇടപെട്ട മറ്റൊരു വിഷയം, അന്ന് വളരെ സജീവമായിരുന്ന തിയോളജിയും ഫിലോസഫിയും ഉള്ള വിവിധ ഗ്രൂപ്പുകൾ, അതിലൂടെ ഉണ്ടായ പുതിയ പുതിയ ബിദ്അത്തുകൾ എന്ന് അദ്ദേഹം കണ്ട കാഴ്ചപ്പാടുകളെല്ലാം ശക്തമായി നിഷേധിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കലാം, തിയോളജിക്കലായ ഈ സ്കോളാസ്റ്റിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടുകളെ അദ്ദേഹം എതിർക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ കൂടെ തന്നെ ഇതിന് പ്രധാനമായി മുന്നോട്ട് വെക്കാൻ മെയിൻ കാരണം ഇന്റലക്റ്റിന്, ബുദ്ധിക്ക്, ഭൗതികതയ്ക്ക് ടെക്സ്റ്റിന് മുകളിൽ പ്രാധാന്യം കൊടുക്കുന്ന കാഴ്ചപ്പാടുകളാണ് ഈ ഫിലോസഫിയും ഈ തിയോളജിക്കൽ ഗ്രൂപ്പുകളും ഇങ്ങനെ പറയാൻ കാരണമെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. കാരണം അന്നുണ്ടായിരുന്ന അശ്അരി ഗ്രൂപ്പുകളും അടക്കമുള്ള മുഅ്തസിലി അശ്അരി ഗ്രൂപ്പുകളെല്ലാം മുഅ്തസിലി ഗ്രൂപ്പിന് മറുപടി കൊടുത്തുകൊണ്ടാണ് അശ്അരി ഗ്രൂപ്പുകൾ അത് ഇന്റലക്റ്റിനേക്കാളും ടെക്സ്റ്റിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 9-ാം നൂറ്റാണ്ടിലൊക്കെ മുന്നോട്ട് വന്നിരുന്നത്. എന്നാൽ പിന്നീട് അതേ അശ്അരി ഗ്രൂപ്പുകൾ തന്നെ പലവിധ വിഷയങ്ങളിലും ഇന്റലക്റ്റിനും കൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഇദ്ദേഹത്തിന്റെ കാലത്ത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അശ്അരി ഗ്രൂപ്പുകളുടെ കാഴ്ചപ്പാടുകളെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിമർശിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ രചനകളിൽ കാണാം. അതിന്റെ കൂടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അസ്മാഉ സിഫാത്ത് എന്ന് നമ്മുടെ അഖീദ പറഞ്ഞു വെക്കുന്ന, അല്ലെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പ്രധാനമായും വാദിക്കുന്ന ഒരു വാദമാണല്ലോ, അള്ളാഹു ഖുർആനിൽ പരാമർശിക്കുന്ന അള്ളാഹുവിന്റെ അവദാനങ്ങൾ, അള്ളാഹുവിന്റെ സിഫത്തുകളും അള്ളാഹുവിന്റെ നാമങ്ങളും അതിനെ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും കൂടാതെ അതേപടി മനസ്സിലാക്കേണ്ടതാണെന്നാണല്ലോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അല്ലെങ്കിൽ സലഫു സാലിഹുകളുടെ കാഴ്ചപ്പാടുകൾ. അതേ കാഴ്ചപ്പാട് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുന്നോട്ട് വെച്ചത്.
അദ്ദേഹം പറഞ്ഞു, ഒരു തരത്തിലുമുള്ള തഹരീഫ്, ഒരു ഡിസ്റ്റോർഷനും കൂടാതെ, ഒരു തരത്തിലുമുള്ള താത്തീൽ, ഒരു റദ്ദ് ചെയ്യലുമില്ലാതെ, ഒരു തരത്തിലുമുള്ള തക്കീഫ്, അത് എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണെന്നുള്ള ചോദ്യം പോലും ഇല്ലാതെ, ഒരു തരത്തിലുള്ള തംസീൽ, ഒന്നിനോടും ഒരു താരതമ്യപ്പെടുത്താതെ തന്നെ അള്ളാഹു പറയുന്ന നാമങ്ങളെയും അള്ളാഹുവിന്റെ വിശദീകരണങ്ങളെയും വിശേഷണങ്ങളെയും അതേപടി മനസ്സിലാക്കണമെന്നും അതിനോടപ്പുറം മറ്റൊരു ചോദ്യം വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാടായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ഉണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുന്നതോടുകൂടി അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം കണ്ടത്. അതായത് മദ്ഹബ് സലഫിൻ അന്നഹും യസിഫൂന അല്ലാഹു ബിമാ വസഫ ബിഹി നഫ്സഹു, സലഫുകൾ എങ്ങനെയാണോ അള്ളാഹുവിനെ വിശദീകരിച്ചത്, അതുപോലെ തന്നെ റസൂൽ എങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്, ഒരു തഹരീഫോ ഒരു തഅതീലോ ഒരു തഖീഫോ ഒരു തരത്തിലുമുള്ള വലാ തംസീൽ, ഒരു തംസീലോ കൂടാതെ തന്നെയാണ് ഈ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ സ്വീകരിക്കേണ്ടത് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്. കാരണം മുഅ്തസിലികൾ അതിനെ ഇന്റർപ്രിട്ടേഷന് തയ്യാറായപ്പോൾ അതിനെതിരെ നിന്നുകൊണ്ട് അശ്അരികൾ മുന്നിൽ വന്നു. എന്നാൽ അതേ അശ്അരികൾ തന്നെ ചില വിഷയങ്ങളിൽ ഇതേ തഅ്വീൽ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ, അതിനൊരു ഇന്റർപ്രിട്ടേഷൻ നൽകാൻ തുടങ്ങിയപ്പോൾ അതിനും കൂടി എതിർത്തുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒരു തരത്തിലുമുള്ള കൈകടത്തലിനോ ചർച്ചയ്ക്കോ ആവശ്യമില്ലാതെ ഖുർആൻ മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞ അവ്യക്തമായ അള്ളാഹുവിന് മാത്രം മനസ്സിലാകുന്ന ആ പദങ്ങളെയും ചർച്ചകളെയും അള്ളാഹുവിന് മാത്രം വിടുക എന്ന് പറയുന്ന നിലപാടാണ് ഈ വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ സ്വീകരിച്ചത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചില പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് രൂപമുണ്ടാകുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ആരോപിക്കുന്നത് പോലും ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാന പണ്ഡിതനായിരുന്ന ഇബ്നു ഹജർ ഹൈസമി അടക്കമുള്ള ആൾക്കാർ പോലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് തജ്സീം, അതായത് അള്ളാഹുവിന് ആന്ത്രോപോർഫോമിസം എന്ന് പറയുന്ന, അള്ളാഹുവിനൊരു രൂപഘടന ഉണ്ടെന്ന് പറയുന്ന ഒരു വാദമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നതെന്ന് ഇബ്നു ഹജർ ഹൈസമി പോലുള്ള പണ്ഡിതന്മാർ പോലും ആരോപിക്കുകയുണ്ടായി. എന്നാൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു വാദം പോലും ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ വിവിധ രചനകളിൽ ഈ ഒരു അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒരു കിതാബ് പോലും രചിക്കുകയുണ്ടായി. അതിലൊക്കെയും അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈഉൻ, ഖുർആൻ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുവിനെ പോലെ ഒന്നും തുല്യമായിട്ടൊന്നുമില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് സമരായ ആരുമില്ല എന്നതുപോലെ തന്നെ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് തുല്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം രചന പോലും നിർവഹിക്കുന്നത് നമുക്ക് കാണാം. കാരണം ഇതിനെ ഈ ഇബ്നു ഹജർ ഹൈസമി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെയും അവരുടെ ഈ തമ്മിലുള്ള ഒരു സംവാദത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് ന്യൂമാൻ ഖൈറുദ്ദീൻ അൽ ആലൂസി അൽ ബാഗ്ദാദി ഹനഫി അദ്ദേഹം ജലാൽ ഐനൈൻ ഫി മുഹ്കമാത്തുൽ അഹ്മദൈൻ, രണ്ട് അഹ്മദുകളുടെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച്, രണ്ട് അഹ്മദ് എന്ന് പറഞ്ഞാൽ അഹ്മദ് ഇബ്നു തൈമിയ്യയാണ്, അതുപോലെ തന്നെ അഹ്മദ് ഇബ്നു ഹജർ ഹൈസമിയാണ്. അപ്പൊ ഈ രണ്ടു പേരുടെയും ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകളെ വിശദീകരിച്ചുകൊണ്ട് അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് നുഅ്മാൻ ഖൈറുദ്ദീൻ അലൂസി സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേകം കാര്യം അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട്. കാരണം ഹംബലി മദ്ഹബിന്റെ ഫോളോവർ ആയിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഹംബലി മദ്ഹബ് തന്നെ മുഅ്തസിലി കാഴ്ചപ്പാടിന് വിരുദ്ധമായി തന്നെ രൂപപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ അതേ ഒരു നിലപാടായിരുന്നു ആദ്യകാലത്ത് അശ്ശരികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരും പലവിധ തഅ്വീലുകൾ, ഇന്റർപ്രിട്ടേഷൻ നടത്താൻ തുടങ്ങിയതോട് കൂടിയിട്ടാണ് അവരെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിമർശിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അശ്ശരി മദ്ഹബ് ഒരു കാലത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മദ്ഹബാണ് എന്ന തരത്തിലുള്ള ഒരു വാദം ഉണ്ടാവുകയും ആ ഒരു കാഴ്ചപ്പാടിനെതിരെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് എതിരെയാണെന്ന് പറയുന്ന ഒരു വാദം പോലും രൂപപ്പെടുകയുണ്ടായി. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഇബ്നു ഹജർ ഹൈസമി ഇങ്ങനെ അഭിപ്രായപ്പെടുന്നതെന്ന് ഈ രചനയിൽ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത് കാണാം. അല്ലാതെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒരിക്കലും അള്ളാഹുവിന്റെ രൂപഘടനയെ കുറിച്ച് വാദിക്കുകയുണ്ടായിട്ടില്ല. പകരം ഇത്രത്തോളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്താണോ ഖുർആൻ പറയുന്നത് അതിനെ വിശദീകരിക്കാതെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്ന വാദം മാത്രമാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അശ്അരികളുടെ ഈ നിലപാടുകൾ പ്രത്യേകമായി തന്നെ ഞാനിവിടെ നമ്മളിവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു കാഴ്ചപ്പാട്, അള്ളാഹു എന്താണോ ഖുർആനിൽ വിശദീകരിച്ചത്
അതിന് ഒരു തരത്തിലുമുള്ള വിശദീകരണം ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ വിശദീകരണം അധികം അശ്വരികൾ ചെയ്ത ചില പദങ്ങൾ, അതൊന്ന് അള്ളാഹുവിന്റെ യദുല്ല എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കൈയിനെ കുറിച്ചിട്ടാണ്. അതുപോലെ വജഹുല്ല എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മുഖം എന്ന് പറയുന്നതാണ്. അതുപോലെ നുസൂൽ, അള്ളാഹു ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന പദപ്രയോഗങ്ങളെ പോലുള്ള വിശദീകരണങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ കൈ എന്ന് മനസ്സിലാക്കുക, മുഖം എന്ന് പറഞ്ഞാൽ വജ് എന്ന് പറഞ്ഞാൽ വജ് എന്ന് തന്നെ മനസ്സിലാക്കുക. അതായത് ഒരു മുഖമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അതിനൊരു രൂപം കൊടുക്കേണ്ടതില്ല എന്ന രീതിയിലാണ് അദ്ദേഹം അത് ചിന്തിച്ചത്. പക്ഷേ ഈ വിഷയങ്ങളിലാണ് ഇവർ തമ്മിൽ ഉടക്കിയതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഹമയിൽ വെച്ച്, സിറിയയിലെ ഹമ ഭാഗത്ത് വെച്ച് വലിയ ഒരു വാദപ്രതിവാദങ്ങൾ തന്നെ ഉണ്ടാവുകയും ആൾക്കാർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടിയായിട്ട് അൽ ഫത്വ ഹമവിയ അല്ലെങ്കിൽ അൽ അഖീദ ഹമവിയ എന്ന് പറയുന്ന ഒരു രചന തന്നെ അദ്ദേഹം ഒരു ദുഹറിന് ശേഷം ദുഹറോട് അസറിന്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഒറ്റ ഇരിപ്പിന് എഴുതിയെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന രചനയാണ് ഈ രചന. ഇതിൽ ഈ പറയുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെയും അല്ലെങ്കിൽ അശ്അരികൾ അടക്കമുള്ള വളരെ റാഷണലിസ്റ്റായി മാറിയ തിയോളജിയൻസിനെയും മറുപടി ആയിക്കൊണ്ട് എഴുതിയ കിതാബാണ്. ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ പേരിൽ തന്നെ ഇങ്ങനെയുള്ള മറുപടികൾ കൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ജയിലിലായി എന്നും കൂടി അറിയേണ്ടതുണ്ട്. കാരണം അന്നുണ്ടായിരുന്ന പലവിധ ഗ്രൂപ്പുകളും അവിടുത്തെ ലോക്കൽ ഭരണാധികാരികളുമായി ബന്ധപ്പെടുകയും അവരോട് അഭിപ്രായ വ്യത്യാസം കാണിക്കുകയാണെങ്കിൽ ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഭരണകർത്താക്കൾ അദ്ദേഹത്തെ പലതവണ വിചാരണ ചെയ്യുകയും അങ്ങനെ പലതവണ ജയിലിടുകയും ചെയ്യുന്നത് കാണാം. ഓരോ പ്രാവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറാതെ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ വ്യവഹാര മേഖല സൂഫി ത്വരീഖത്തുകളും അതിൻ്റെ വഴിതെറ്റിയ രീതികളെയും കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു തരത്തിലുള്ള ഇസ്തിഗാസ, അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോട് സഹായം ചോദിക്കുന്നതും അതുപോലെ തന്നെ ഖബറിടങ്ങളിൽ ചെന്നുകൊണ്ട് ഖബറിലുള്ളവരോട് അഭ്യർത്ഥിക്കുന്നതുമെല്ലാം ശക്തമായി തന്നെ വിലക്കുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ ഈ ഫത്വകളെല്ലാം കേരളത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് പറിച്ചു നട്ടു എന്നത് പോലും നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ആ മുസ്ലിങ്ങൾക്കിടയിൽ വന്ന ബിദ്അത്തുകളെയും ഖുറാഫാത്തുകളെയും സംസാരിക്കുമ്പോൾ തീഷ്ണമായ ഭാഷ ഉപയോഗിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഫത്വകൾ എന്നാൽ നൂറ്റാണ്ടുകളായി അമുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില അനൗചിത്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ആദ്യം ഈ സംസാരിക്കുമ്പോൾ വിശദീകരിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, അദ്ദേഹം കൈകാര്യം ചെയ്തത് ഒരിക്കലും തക്ഫീർ, മറ്റൊരു മുസ്ലിമിനെ കാഫിറാക്കുന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഈ അനിസ്ലാമികമായ പ്രവണതകൾ സ്വീകരിച്ചവരെ, ബിദ്അത്ത് ഖുറാഫാത്തുകൾ കൈകാര്യം ചെയ്തവരെ അദ്ദേഹം വിമർശിച്ചിരുന്നെങ്കിൽ പോലും തക്ഫീർ രീതി അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നില്ല എന്ന് ഹംസ മുഹമ്മദ് ഖാസിം അദ്ദേഹത്തിന്റെ മനാറുൽ ഖാരി ഷർഹ് മുഖ്തസർ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന രചനയിൽ അത് ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. കാരണം അതൊരിക്കലും ആ ഒരു സമീപനം അത് ഖവാരിജുകളുടെയും മുഅ്തസിലകളുടെയും രീതിയാണെന്നും അവർക്കെതിരെ പോലും കിതാബ് എഴുതിയ ഷെയ്ഖുൽ ഇസ്ലാം എന്നാൽ ഇങ്ങനെ ഈ തരത്തിലുള്ള വളരെ തീക്ഷ്ണമായ അല്ലെങ്കിൽ വളരെ ഗൗരവതരമായ കുറ്റങ്ങൾ ചെയ്യുന്ന മുസ്ലിങ്ങളെ ഈ വിഭാഗങ്ങൾ തക്ഫീർ, കാഫറാക്കിയതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ചെയ്തിരുന്നില്ല എന്നതും കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ട അദ്ദേഹത്തിന്റെ രചനയാണ് അസിയാസ ശറഇയ്യ ഫി ഇസ്ലാഹി റായി വറഅയ. അതായത് പൊളിറ്റിക്കൽ ശരിയാത്ത് എന്നാണ് ഈ ബുക്കിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ജനവിഭാഗത്തെയും ഭരണകർത്താക്കളെയും ഭരണീയരെയും ജനങ്ങളെയും അവർക്കുള്ള ഇസ്ലാഹ് നടത്തുന്നതിൽ അതിനാവശ്യമായ ഷറഈ പൊളിറ്റിക്സ് ആണ് അദ്ദേഹം ഈ ഒരു രചനയിൽ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ രാഷ്ട്രീയ ചിന്തകളെയും ഭരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പഠിക്കണമെങ്കിൽ ഈ രചന തന്നെ നമ്മൾ പ്രത്യേകം കൈകാര്യം ചെയ്യണം. ഈ കിതാബിൽ അദ്ദേഹം ഒരു ഭരണ സംവിധാനം ഇസ്ലാമിൽ എങ്ങനെയാണെന്നും അതിൻ്റെ രൂപവും അതിൻ്റെ ലക്ഷ്യങ്ങളും അതിനെങ്ങനെയാണ് ശരിയായ രീതിയിൽ
നടപ്പിലാക്കേണ്ടതെന്നും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശരീഅത്ത്, അതുപോലെ തന്നെ പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകൽ എന്നിവയിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ചിന്തയെ മുന്നോട്ട് വെച്ചത്. അതിൽ പ്രധാനമായ ചില പോയിന്റുകളിലൂടെ നമുക്ക് പോകാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിൽ പ്രധാനമായും വിശദീകരിക്കുന്നത് ഈ ഒരു സമൂഹത്തിലുള്ള അതോറിറ്റി, അവിടെ ഭരണം, അതിൻ്റെ ഒരു ആവശ്യതയെക്കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കാരണം അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം, സവിശേഷമായ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് വളരെ ദുർബലമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഈ വളരെ ദുർബലമായ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശരിയായ ഒരു അതോറിറ്റി, ഒരു പവറും അതൊരു ഭരണ സംവിധാനവും അവിടെ അനിവാര്യമാണ് എന്നതാണ് അദ്ദേഹം ആദ്യം ഈ ഒരു രചനയിലൂടെ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം അത് പറയുന്നുണ്ട്, വിലായത്തുൽ ഉമൂരിൻ നാസ് മിൻ അഅ്ളമി വാജിബാത്ത് ദീൻ, ദീനിന്റെ അടിസ്ഥാന അവിഭാജ്യ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടങ്ങളിൽ ഒന്നാണ് ജനങ്ങൾക്ക് മേലുള്ള ഭരണം സംവിധാനം എന്ന് അദ്ദേഹം അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുണ്ടായാൽ മാത്രമേ ജനങ്ങൾക്കാവശ്യമായ, അവർക്കാവശ്യമായ ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം അതിലൂടെ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചിന്തയെ മൗദൂദി സാഹിബിന്റെ ചിന്തകളോട് തന്നെ സാമീപ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. മൗലാന മൗദൂദി പോലും അദ്ദേഹത്തിന്റെ ചിന്ത മുന്നിൽ വെക്കുമ്പോൾ എന്തുകൊണ്ട് ഇസ്ലാമിക ഭരണം എന്നതിന് അദ്ദേഹം പറയുന്നത് അത് പബ്ലിക് വെൽഫെയറിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും നീതി നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാം. ഈ ഒരു ചിന്ത ഒരുപക്ഷെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് കടമെടുത്തതാവാം. രണ്ടാമത്തെ പ്രധാന പോയിന്റ് ഭരണകർത്താവിന്റെ ഒരു സ്ഥാനത്തെ കുറിച്ചിട്ടാണ്. ഭരണകർത്താവ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖലീഫയാണ്. അവൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ ശരീഅത്ത് നടപ്പിലാക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവനാവണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഒരു വിഷയത്തിൽ തന്നെ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വ്യക്തിഗത താല്പര്യങ്ങളെക്കാളും തൃഷ്ണകളെക്കാളും അപ്പുറം ഖുറാന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭരണം നടത്തണം എന്നതാണ് ഒരു ഭരണകർത്താവിന്റെ ഉത്തരവാദിത്തം, പങ്ക് എന്ന് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഈ സമൂഹത്തിൽ ധാർമ്മികത നടപ്പിലാക്കുക, ധാർമ്മികതയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, അതിലൂടെ അതിനു വേണ്ടി നിയമത്തിന്റെ ശരിയായ തരത്തിലുള്ള ഒരു നടപ്പിലാക്കൽ അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ ക്രിമിനൽ പെനാൽറ്റികളുടെ അപ്ലിക്കേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒപ്രസ്ഡായ, മർദ്ദിതരായ, പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഹുദൂദുകൾ നടപ്പിലാക്കേണ്ടതുണ്ട്. ആ സമൂഹത്തിലുള്ള ആ ഒരു ക്രമസമാധാന വ്യവസ്ഥ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഒരു സംരക്ഷണമൊക്കെ ഉറപ്പുവരുത്തുമ്പോൾ മാത്രമേ ജനങ്ങൾക്കിടയിൽ അവിടെ ഒരു പബ്ലിക് മൊറാലിറ്റിയെ കുറിച്ച് സംസാരിക്കാനും അത് സംരക്ഷിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ലാ യതിമ്മു ദാലിക ഇല്ലാ ബിഖുവ്വത്തിൻ വ ഇമാറ, അതായത് ഈ തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം, ഇങ്ങനെയുള്ള ധാർമ്മിക സംവിധാനത്തിന്റെ അപ്ലിക്കേഷൻ അതൊക്കെയും നടപ്പിലാവണമെങ്കിൽ അത് ഖുവ്വത്ത്, ശക്തിയും, വ ഇമാറ, ലീഡർഷിപ്പും അനിവാര്യമാണ്. അതില്ലാതെ ഇതൊന്നും പൂർത്തിയാവുകയില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവിടെ വിശദീകരിച്ച് പറയുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത് ശരീഅത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. ശരീഅത്തിന്റെ ഇംപ്ലിമെന്റേഷനിലൂടെ എന്താണ് നടക്കുന്നത്? അത് നീതിയുടെ പൂർത്തീകരണമാണ് നടക്കുന്നത്. ശരീഅത്ത് വേണ്ട തരത്തിലുള്ള ഒരു നിയമ നടത്തിപ്പ് ഉണ്ടാവാത്തിടത്തോളം കാലം അവിടെ ഒരിക്കലും നീതി നടപ്പിലാവുകയോ പൊതുജനങ്ങൾക്ക് ആവശ്യമായ വെൽഫെയർ, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. അതായത് അൽ മസ്ലഹ അൽ ആമ എന്ന് വിശദീകരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു അടിയാധാരമാവണം ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജനങ്ങൾക്കാവശ്യമായ പ്രയോജനപരമായ കാര്യങ്ങൾ, അത് ജന ഉപകാരപ്രദമായ കാര്യങ്ങൾ മാക്സിമം നടപ്പിലാക്കാനും, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപദ്രവമാവുന്ന കാര്യങ്ങളെ അത് കുറച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് സുഭദ്രമാവുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം രൂപപ്പെടുത്തണമെന്നും അദ്ദേഹം ഈ മസ്ഹലയെ, പബ്ലിക് ഇൻട്രസ്റ്റിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കാലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഇതിൽ വളരെ അനിവാര്യമാണെന്ന് പറയുന്നു. ജനസമൂഹത്തിന്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട്
അവരുടെ നിലപാടുകളും അവരുടെ പശ്ചാത്തലവും മനസ്സിലാക്കിക്കൊണ്ട് വേണം നിയമം നടപ്പിലാക്കാനെന്നും അവരുടെ സാഹചര്യത്തിന് എതിരായിക്കൊണ്ട് നിയമം നടപ്പിലാവുന്നതോടുകൂടി ഇസ്ലാമിന്റെ മർഹമത്തും നീതിയും ഇസ്ലാമിന്റെ അതിലും അതുപോലെ തന്നെ കാരുണ്യവും നീതിയും ഒരുപോലെ തന്നെ തള്ളപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുകയാണ് സംഭവിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആവുന്ന ഭരണ സംവിധാനമാവണം രൂപപ്പെടുത്തേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ വളരെ പ്രാക്ടിക്കലായ തീരുമാനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. അതല്ലാത്തിടത്തോളം കാലം ഇസ്ലാമിന്റെ അടിയാധാരങ്ങൾക്ക് എതിരാവുന്ന തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം പറയുന്നത് ഭരണകർത്താക്കളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ഉലമ ഉമറ ബന്ധം. കാരണം ഖുർആനിൽ തന്നെ അത്തിയുല്ലാഹു അത്തിയുർ റസൂലു വ ഉലിൽ അംരി മിൻകും എന്ന് പറയുമ്പോൾ അത് അള്ളാഹുനെയും റസൂലിനെയും അനുസരിക്കുക, നിങ്ങളുടെ ഉലിൽ അംർ മിൻകും, നിങ്ങളുടെ അധികാരമുള്ളവർ, നിങ്ങളുടെ നേതൃത്വമുള്ളവരെ അനുസരിക്കുക എന്നും പറയുന്നുണ്ടല്ലോ. അവിടെ ഒരേ സമയം പണ്ഡിതന്മാരും അതേസമയം തന്നെ ഭരണകർത്താക്കളും ചേരുന്ന ഒരു പദപ്രയോഗമാണത്. അല്ലാതെ തന്നെ ഖുർആനിൽ പണ്ഡിതന്മാരെ ധാരാളം എടുത്ത് പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിവുള്ളവരെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നത് കാണാം. സലഫ് സാലിഹ്യങ്ങൾ പണ്ഡിതന്മാരുടെ ഭരണമേഖലയിലുള്ള അവരുടെ പങ്കാളിത്തത്തെ വിശദീകരിച്ച് പറയുന്നതും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, പണ്ഡിതനെ കേൾക്കൽ ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് വാജിബായ കാര്യമാകുന്നു. ആ പണ്ഡിതനെ അനുസരിക്കുന്നതോട് കൂടിയിട്ട് മാത്രമേ, പണ്ഡിതന്റെ ഗൈഡൻസ് സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ ശരിയായ തരത്തിലുള്ള ഭരണ സംവിധാനം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഭരണകർത്താവിനെതിരെയുള്ള ഒരു വിപ്ലവമോ ഒരു പ്രക്ഷോഭമോ അതിനെക്കുറിച്ച് വേണ്ട എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, എന്നാൽ പണ്ഡിതന്റെ വാക്ക് അനിവാര്യമായും കേൾക്കണമെന്നും പണ്ഡിതന്മാരാണ് ഈ ഒരു വിഷയത്തിൽ ഭരണകർത്താക്കളെ നസീഹത്തിലൂടെ വളരെ ശക്തമായ ഭാഷയിലൂടെ തന്നെ അവരുടെ തെറ്റുകൾ തിരുത്തേണ്ടതെന്നും അവരെ ചൊവ്വായ വഴിക്ക് നടത്തേണ്ടതെന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്. അതുകൊണ്ട് പണ്ഡിതൻ എന്ന് പറയുന്നത് ഭരണമേഖലയിലൂടെ ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം സിയാസ ശറയിൽ പ്രത്യേകം എടുത്തു പറയുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു വിഷയത്തിന്റെ അവസാനം എന്ന നിലയിൽ, ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങളെ പോലെ തന്നെ ഏറ്റവും പ്രധാനമായും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വാളുകൊണ്ടും കൂടി അദ്ദേഹത്തെ ഇസ്ലാമിന് വേണ്ടി പൊരുതി എന്ന് നമുക്ക് കാണാം. അതായത് ജീവിതത്തിന്റെ അവസാനം വരെയും വളരെ സങ്കീർണമായ പ്രക്ഷുബ്ധമായ സംഘർഷം നിറഞ്ഞ കാലഘട്ടത്തിൽ പോലും പേനയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ സവിസ്തരം വിശദീകരിച്ച് സംസാരിച്ച ആളായിരുന്നല്ലോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. എന്നാൽ അതുപോലെ തന്നെ മംഗോളുകൾ ആ ഭാഗങ്ങളിൽ ശക്തമായ അറ്റാക്ക് നടത്തിയ പശ്ചാത്തലത്തിൽ അതിനെതിരെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ജനങ്ങളെ മൊബിലൈസ് ചെയ്യുകയും അവരെ ഒരുമിച്ച് കൊണ്ട് അവർക്കെതിരെ വാളെടുത്ത് ജിഹാദ് ചെയ്യുകയും ചെയ്ത ഒരു പണ്ഡിതനും കൂടെയായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പോരാളികളുടെ കൂടെ കൂടുകയും ഭരണകർത്താക്കളെയും പണ്ഡിതന്മാരെയും ജനങ്ങളെയും ഇസ്ലാമിനെയും അവരുടെ ഭൂമിയെയും സംരക്ഷിക്കണം എന്ന് കാര്യം ഉണർത്തിക്കൊണ്ട് അവരെയും കൂടി ഇതിൽ പങ്കെടുപ്പിച്ചു എന്ന് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന അതായത് സാദ് ബിൻ അലി ബിൻ വഹഫുൽ ഖഹ്താനി അദ്ദേഹത്തിന്റെ അൽ ഹിക്മ ഫി ദഅവ ഇലല്ലാഹ് വ തആല എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത്, ഹസ്സ ജമീഅൻ നാസ് അലാ ജിഹാദി ഫി സബീലില്ലാഹ് ഫവസലത്തുൽ ജയൂഷ് വ റജഅ ജയ്ഷു തത്താർ വഇബറ ഫറാത്ത്. അതായത് അദ്ദേഹം ജനങ്ങളെ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെ പ്രേരിപ്പിച്ചു. ഒരുപാട് സൈന്യങ്ങൾ വന്നു. ആ സൈന്യത്തെ കണ്ടുകൊണ്ട് താത്താരികൾ സൈന്യം അവർ മടങ്ങി പോവേണ്ടി വന്നു. അങ്ങനെ അത് മാത്രമല്ല, അവർ യൂഫ്രട്ടീസ് തന്നെ ക്രോസ് ചെയ്തുകൊണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രേരണ നോക്കുക. ഒരേ സമയം ഇസ്ലാമിന് വേണ്ടി പേന കൊണ്ടും അതേസമയം തന്നെ ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രദേശങ്ങളെയും സംരക്ഷിക്കുവാൻ വാളെടുത്തും കൊണ്ടും ജിഹാദ് ചെയ്ത ആളായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ മംലൂക്ക് സുൽത്താനെ പോയി നേരിട്ട് കാണുകയും സിറിയയിലേക്ക് സൈന്യത്തിന്റെ ആവശ്യം പറയുകയും
അങ്ങനെ മംലൂക്ക് സുൽത്താൻ ഈ ഭാഗത്തേക്ക് വരികയും ആ ഒരു സൈന്യത്തെ അയച്ചുകൊണ്ട് ആ സൈന്യത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മംഗോളുകൾക്കെതിരെ യുദ്ധം ചെയ്ത ഒരാളും കൂടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഈ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സുപ്രധാനമായ ഒരു വാക്കും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, മായ ഫലു അദാബി, എൻ്റെ ശത്രുക്കൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, അവർക്ക് ആ കൂടി എന്നെ ചെയ്യാൻ എന്താണ്, അവരെന്നെ ജയിലിടുകയാണെങ്കിൽ അസിജിനു, അവർ പറയുന്നത് അവരെന്നെ ജയിലിടുകയാണെങ്കിൽ അത് എനിക്കെന്തായി മാറും, അള്ളാഹുവിനോട് ഒരുമിച്ചിരിക്കാനുള്ള ഹൽവത്തായി മാറും, അള്ളാഹുമായി ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു വേളയായി മാറും. ഇനി അവരെന്നെ നാട് കടത്തുകയാണെങ്കിലോ, സിയാഹ, അതായത് അവരെന്നെ നാട് കടത്തുകയാണെങ്കിൽ, എൻ്റെ നാട്ടിൽ നിന്ന് അവർ ഓടിച്ചു വിടുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാക്കി ഞാൻ അത് മാറ്റും. ഇനി അവരെന്നെ വധിക്കുകയാണെങ്കിലോ ഖത്ലി ഷഹാദ, അദ്ദേഹം പറയുന്നു ഇനി അവരെന്നെ വധിക്കുകയാണെങ്കിൽ അതെന്റെ ഷഹീദായി മാറും. ഒരു തരത്തിലും എൻ്റെ ശത്രുവിന് എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ആ വിഷയത്തിൽ പറഞ്ഞത്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒരു വിശ്വാസിയെ ജയിലടക്കുകയാണെങ്കിൽ അത് അള്ളാഹുമായി തനിച്ചിരിക്കാനുള്ള വേളയായും, ഒരു വിശ്വാസിയെ നാട് കടത്തുകയാണെങ്കിൽ ലോകം മുഴുവനും ചുറ്റാനുള്ള സാഹചര്യമായും, അവനെ വധിക്കുകയാണെങ്കിൽ അത് ഷഹാദത്തിന്റെ മാർഗമായി മാറുമെന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഈ ഒരു 3 പദപ്രയോഗങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു കാഴ്ചപ്പാടുകളാണ്, ഈ ഒരു നിലപാടുകളാണ് പിന്നീട് ആധുനിക സലഫി മൂവ്മെന്റുകളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ ഇത്രത്തോളം സ്വാധീനിക്കാൻ കാരണം. ഇബ്നു തൈമിയയുടെ ഈ സ്വാധീനമാണ് അവരെ സലഫി മൂവ്മെന്റുകളുടെ എല്ലാവരുടെയും ചിന്തകളിലും രചനകളിലും പ്രധാന റെഫറൻസ് ആക്കി മാറ്റാൻ കാരണം. ഞാൻ ആദ്യമേ വിശദീകരിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും എല്ലാം അദ്ദേഹത്തിന്റെ കാലത്താണ് ഉണ്ടായതെന്നും ആ ഒരു കാലഘടനയെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഷെയ്ഖുൽ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതെന്നും അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ സംഭാവനകളെയും മാനിക്കുകയും ബഹുമാനിക്കുകയും അതിനർഹമായ സ്ഥാനം നൽകുകയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സംരക്ഷകനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പ്രത്യേകം മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കരുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.